السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, ഞങ്ങളുടെ കിതാബ് തൗഹീദിലെ മൂന്നാമത്തെ ഭാഗത്തിൽ ഉണ്ട്. ഖാലിസായ തൗഹീദിൽ അടിവരച്ച് നിന്റെ ഒരാള് ബഗൈര് ഹിസാബ് കൊണ്ട് സ്വർഗത്തിൽ പോണ്ട ചെല്ലെ ബാബൈറ്റിക്കര് ഇണ്ടത്തെ ബാബു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്റെ ഗ്രന്ഥമായ കിതാബ് തൗഹീദിൽ കൊണ്ടുവന്നിരുന്നു. അതിൽ ഒരു ഉദാഹരണ ഖുർആന്റെ ആയത്ത് സൂറത്തു 120 ആയത്തിൽ കൊണ്ടുവന്ന് ചൊല്ലു. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹ് ഹനീഫൻ വലം യകു മിനൽ മുശ്രികീൻ. നിശ്ചയമായിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലെ ആള് കാന ആയിട്ടിന്ത് ഉമ്മത്തൻ ഒരു സമുദായമായിട്ടിന്ത്. എങ്ങനത്തെ സമുദായ? ആ സമുദായം നോക്കിയിട്ട് ഞങ്ങൾ ഫോളോ ആക്കണം. അങ്ങനത്തെ ഞങ്ങൾക്കൊരു സമുദായ മാർഗദർശി പോലെ ഉള്ള ഒരു സമുദായമായിട്ടിന്ത്. മാത്രമല്ല കാനിതൻ ലില്ലാഹി, അള്ളാഹുക്ക് ഭയപ്പെട്ടിട്ടുന്ന ഒരു സമുദായമായിട്ടിന്ത്. ഹനീഫൻ, നേർമാർഗത്തിൽ ചൊവ്വായിട്ട് റുജൂത്മാനായിട്ടും നേർമാർഗത്തിൽ നിന്ന് ഒരു ഉമ്മത്തായിട്ടിക്കരി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഒലം യക്കു മിനൽ മുശ്രിക്കീൻ, അയാൾ മുശ്രിക്കായിട്ടേ ഇല്ല. എപ്പ ചെറിയൽ പിടിച്ച ലാസ്റ്റ് തോളും അയാൾ മുശ്രിക്ക് ശിർക്ക് ആക്കിയിട്ടേ ഇല്ല അയാൾ ചൊന്ത് സൂറത്തുൽ നഹലിന്റെ 120 ആയത്ത് ഞങ്ങൾക്ക് ചൊല്ലു. ഇപ്പൊ ഞങ്ങൾ സൂറത്തുൽ നഹലിന്റെ ആയത്ത് ഓതിത്ത് അർത്ഥവും വെച്ചിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഇതിൽ എന്തൊരു കൊന്തായിട്ട് ഒരു മനുഷ്യ അവന്റെ സ്റ്റേജ് ഏത് സ്റ്റേജിൽ അവനിക്കിற ആ സ്റ്റേജ് കയറ്റിക്കിற വില അവനക്ക് വിലയല്ല. ഇപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുടെ ഖലീലാവുക കാരണ ഇത് ഈ ഒരു പല കയറ്റിക്കിരും. കാരണം അയാൾ ശരിയൽ പിടിച്ച ലാഷ്ടത്തോളം അയാൾ ശരിക്കുമാക്കിയിട്ടില്ല. അയാളായിട്ടിക്കുന്ന ഒരു സമുദായ, അത് അള്ളാഹുക്ക് ഭയപ്പെട്ടിട്ടുള്ള ഒരു സമുദായ, ആ സമുദായ ആ വ്യക്തിരത് ഞങ്ങൾ ഫോളോ ആക്കാനായിട്ടിക്കലുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങകു അല്ലാഹു സുബ്ഹാനഹു തആല ചൊന്നത് ഫത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. നബിയേ, നിങ്ങൾ ഫോളോ ആക്കറുണ്ട്. ആരത്? ഒരു സമുദായത്തെ, ഒരാളത്. എങ്ങനത്തെ ആള്? അയാൾ സമുദായമായിട്ടിക്കരുത്. അവൾ ഫോളോ ആക്കുക അർഹമായിട്ടുള്ള ഒരു സമുദായമായിട്ടുണ്ട്. അതാണ് ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ ഇവിടെ ഇതിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഉപദേശിയാക്കರೆ എന്തൊരു ചെന്നിട്ടെങ്കിൽ ഞങ്ങൾ ഒരു വ്യക്തിയാവുകത്തില്ല, ഞങ്ങൾ ഒരു സമുദായമാവണം. എങ്ങനെ സമുദായ? ഞങ്ങളിൽ നിത്ത ബാക്കി ഇന്നവണു എല്ലാ രീതിയിലും എന്താക്കണു? ഇൽമ ഹാസിലാക്കണു, ഉപദേശം എടുക്കണു, ഞങ്ങളെ നോക്കിയിട്ട് പഠിക്കണു. അങ്ങനത്തെ ഒരു സമുദായമായിട്ട് ഞങ്ങൾ ഒരു വ്യക്തിയല്ല, ഒരു സമുദായമായിട്ട് വേണു. അതൈറ്റിക്കര ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നതും അതുക്കൈറ്റിക്കര അള്ളാഹു സുബ്ഹാനഹു തആല ഖലീലുള്ളാഹ് അതിലേക്ക് ദർജ കിട്ടിയതും അതുക്കൈറ്റിക്കര അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്ട് ചെന്നു നിങ്ങൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിടെ നിങ്ങൾ ഫോളോ ആക്കറുണ്ട്. നിങ്ങൾ കേട്ടിരിക്കുവാർ ഒരു ഹദീസ് 73 വർഗക്കാരായിന്നാറ് യഹൂദിമാർ അല്ലേ? അതുപോലെ ബാക്കി ഉണ്ടാകും. അതിന് 2 ഉമ്മത്തുമാറും സതഫ്തരിക്കു അലാ ഉമ്മത്തി 73 ഫിർഖത്തൻ കുല്ലുഹും ഫിന്നാർ. എല്ലാം നരകത്ത് പോണ്ടറിഞ്ഞു. 2 ഉമ്മത്തില് 73 പാർട്ടി ആയിട്ടായെങ്കിലും എല്ലാവരും നരകത്തുക്ക് പോണ്ടാറ്. പിന്നെ ചിലപ്പോ തൗഹീദ് ഇന്നുണ്ടായെങ്കിൽ അങ്ങ് സ്വർഗത്തുക്ക് ബറുവാറ് ആയെങ്ക ഒരു പാർട്ടി സ്വർഗത്തുക്ക് പോണ്ടില്ല. ആ പാർട്ടി ആയിട്ടിക്കര് ഈ പാർട്ടി ഏത്? ഖാലിസായ തൗഹീദിൽ അടിവരച്ച് നിന്നുണ്ടായെങ്കിൽ ബഗൈർ ഹിസാബ് കൊണ്ട് സ്വർഗത്ത് പോണ്ടുകൊണ്ട് ചൊന്ന ആ പാർട്ടി ആയിട്ടിക്കര് അത് ഏത്? ഒരു മാർഗത്തിൽ. എങ്ങനത്തെ മാർഗ? അന അലൈഹി, ഞാൻ ആ മാർഗത്തിലുള്ള സ്വഹാബിഹി, നന്റെ സ്വഹാബത്തും ആ മാർഗത്തിലുള്ളാർ. ഏത് മാർഗ? ഫത്തബിഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ,
എന്ന മാർഗത്തിൽ നാനും നന്റെ സ്വഹാബത്തും ഉള്ളാർ. ആ ഒരു മാർഗം മാത്രമേ സ്വർഗത്തിക്ക് പോകേണ്ടത്. അതുകൊണ്ട് ആ മാർഗത്തിൽ നിങ്ങൾ നിക്കറു, അടിപറിച്ച് നിക്കറു. മാ അന അലൈഹി വ സ്വഹാബി, അതേറ്റിക്കರು സ്വർഗത്തിക്ക് പോകേണ്ട മാർഗ ಅಂತ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മത്തെല്ലോ കാರಣ ഈ ആയത്തിലേറ്റിക്കರು. അല്ലാഹു ಮುಂದುವರಿച്ചിട്ട് ഈ ഒരു വിഷയത്തിൽ ചൊല്ലുക, വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. ആ മനുഷ്യന്മാർ എന്ത് വന്നിട്ടായെങ്കും അങ്ങനെ റബ്ബിലൊട്ട് അങ്ങ് ശിർക്ക് വെക്കില്ല, വെക്കരേ ഇല്ല അങ്ങ് ശിർക്ക്. എന്തായില്ലേ, ഈ ലോകത്തില് ചെറക് ചെമ്മുണ്ട്, ആ ചെറയുടെ എല്ലാം ചൊല്ലുപോണില്ല. എന്തായിട്ടെങ്കിൽ തൗഹീദ് ഖാലിസായിട്ട് ഒർത്ത പിമ്പറ്റിയാനുണ്ടായെങ്കിൽ അവന് സ്വർഗത്തിക്ക് പോണ്ട. തൗഹീദ് ഖാലിസാവുമ്പത്തേക്ക് ചില ജായിസായ കാര്യത്തെ ബുടനായിട്ട് മാറും. ജായിസായ കാര്യം എങ്ങനെ? ഒരിക്കൽ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ റിവായത്താക്കിട് അയാൾ ചൊല്ലു, ഞാൻ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുടെ മുട്ടയിന്നെ. അപ്പ അയാൾ കേട്ടിട്ട് കണ്ടിട്ടുകു, ഇന്നലെ ജാവുകു ആകാശ നക്ഷത്ര പൊട്ടിപ്പൊളിയത് നിങ്ങളിൽ ആറ് നോക്കിടാറുണ്ട് കേട്ടപ്പ അയാൾ ചൊന്തു, നാൻ നോക്കിരാൻട്ടു. അയാൾ എന്തൊരു ചൊന്തു? നാൻ നോക്കിരാ. അപ്പ ഇന്നലെ ജാവുകു നക്ഷത്രത്തെ നോക്കുന്നുണ്ടായെങ്കിൽ നാൻ നോക്കിരാണ്ട് ചൊന്നുരായിരുന്നു. പക്ഷേ ആ ചെല്ലുന്നുണ്ടായെങ്കിൽ പണ്ടത്തെ സലഫുസ്വാലിഹീങ്ങളെ ഒരു കൂട്ട ആൾമാറി ജാവുകു ബെർദിക്കില്ലങ്ങ നിസ്കാരത്തിലിക്കിടാർ, തഹജ്ജുദ് നിസ്കാരത്തിലിക്കിടാർ. ಅದಕ್ಕೋಸ್ಕರ ಅಯಲ್ ಚಂತು ನಾನು ಇನ್ನಲೆ ನಿಸ್ಕಾರത്തിൽ ഇല്ലന്ത് എന്തേ ചൊന്നുണ്ടായെങ്കിൽ നക്കൊരു പിന്നെ ബിസത്തെ ഒരു ജാനുവാറ് നക്ക് കടിച്ചിന്ത്. ചിലപ്പോ അത് പാമ്പായിട്ടിക്കു, ചിലപ്പോ തേലായിട്ടിക്കു. ഇവിടെ ബിസത്ത് ജാനുവാറുണ്ട് മാത്രം ചൊന്നു. അപ്പ ഹുസൈൻ ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു കേട്ടിട്ട്, നിങ്ങ എന്താക്കിയാർ ಅದಕ್ಕೆ ಅಂತ. അപ്പൊ നാ ചെന്ന ನಾನು ಓದಿಯಾൻ. അപ്പൊ ഹുസൈൻ ഇബ്നു ജുബൈർ, സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു കേക്കറ്, நீங்க இப்ப ஓதி ஊதியாரல்லே, அது ஏதிர அடிസ്ഥാനത്തെ മേലെ நீங்க ஓதி ஊதியாரு. അപ്പൊ നാ ചെന്ന ഷഅബി റഹിമഹുല്ല, ഞാൻ ഇത് കേട്ടെന്ന് അയലിട്ട് ഒരു ഹദീസ് ഉണ്ട്. അത് ഏത് ഹദീസ് കൊണ്ട് കേട്ടു? ഏത് ഹദീസ് കൊണ്ട് കേൾക്കുമ്പോഴത്തേക്കു ഞാൻ ചൊന്ന, അയാള് ബുറൈദ ബിൻ ഹുസൈബ് റഹിമഹുല്ല നിന്നിട്ട് റിവായത്താക്കിയ ഒരു ഹദീസ്. എന്ത് ചൊന്നിട്ടെങ്കിൽ ഓതി ഊതിരത് വെറും കണ്ണ് ദൃഷ്ടിക്കും പിന്നെ ഈ ബിസത്തെ എന്തെങ്കിലും ജാനുവാറ് കടിച്ചെങ്കിൽ മാത്രമായിട്ട് ഇക്കറിച്ചരുടെ ഒരു ഹദീസ് അയാൾ ചൊന്തു. അപ്പൊ സയ്യിദ് ചൊന്തു, ആറ് കേട്ടാറാ അങ്ങ് കേട്ടാർ, ആറ് അമലാക്കിയാറ അങ്ങ് അമലാക്കിയാറ് ചൊന്തു. അപ്പൊ അവിടെ എന്തൊരു ചെന്നിട്ടെങ്കിൽ അയാൾ അങ്ങനത്തെ ഒരു അമല ആക്കില്ല, ഓതി ഊതില്ല. അയാൾ തവക്കലാക്കട അള്ളാഹുടെ മേലെ. ഓതി ഊത് തീരാണ്ടുണ്ട ഇല്ല, പക്ഷേ അയാളെ യഖീന ഉടുത്തോളം ഉണ്ട് ചെന്ന് തവക്കുൽ അലല്ലാണ്ട്. അതുകൊണ്ടിട്ട് അയാള് അള്ളാഹുക്ക് മാത്രമേ തവക്കുലാക്കിത്ത് ഗൈരി ഹിസാബ് കൊണ്ട് സ്വർഗത്ത് പോകേണ്ട ആൾമാരിൽ ചേരണോ ചെല്ലുന്ന ഒരു ഉദ്ദേശത്തിലായിട്ടിന്ത്. അപ്പൊ അത് അയാൾ വിരോധിച്ചത് അല്ലെങ്കിൽ അയാൾക്ക് ഒരു മനസ്സ് ബേജാറായത്, ഇക്റാഹ് ആയത് എന്ത് കാരണത്താൽ ചെന്നിട്ടായി ഓതി ഊതരുത്, ഓതി ഊതുക ജായിസ് അല്ല അണ്ടല്ല. തവക്കുൽ എന്തിക്ക് നീ ആക്കിയിട്ടില്ല അള്ളാഹുടെ മേലില് എന്നിട്ട് കേട്ടെ ഒരു ഉദ്ദേശത്തെ ഒരു ക്വസ്റ്റൻ ആയിട്ടിക്കറ അയാളെ ഇക്റാഹ് നോക്കൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഒരു ഹദീസ് ബയാനാക്കറ്, ഒരു വലിയൊരു ഹദീസ് ആയിട്ടിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങകു ഇസ്രാ മേറാജിരപ്പ നക്ക് ചെമ്മ ഉമ്മത്തിമാരെ കാട്ടിയാർ. നാണ് ചെമ്മ ഉമ്മത്തിമാരെ നോക്കിയ ഒരു ഉമ്മത്തിൽ ഒരു ജമാഅത്തിൽ നാം നോക്കിയ ഒരു കൂട്ടത്തിൽ നാം നോക്കിയ അതിൽ രണ്ടാള ഒരാള എന്താ ഇന്നാറ് ആ നബിക്ക്. അവർ പിന്നെ കൊറിയ വേറെ നബിമാരെ നോക്കിയതാണ് അങ്ക് ഒരു ഉമ്മത്തും ഇല്ല ಅಂತ. സഡന്നെ നന്റെ എതിർലു ഒരു വലിയ ഒരു ജമാഅത്തിനെ കൊണ്ടുവന്നാറ്. നാ വിചാരിച്ച ഇത് നന്റെ ഉമ്മത്തായിട്ടിക്ക് വേണ്ടി. അപ്പൊ നക്ക് ചെന്നാറ് ഇത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുടെ ഉമ്മത്തായിട്ടിക്കരുണ്ട്. അത്ര വലിയൊരു കൗമോ അത്ര വലിയൊരു സമുദായമായിട്ടിക്കരു. ഒരു വലിയ അപ്പുറം നബി ചൊല്ലു, നാനതിൽ നോക്കുമ്പോ വലിയ ഒരു ജമാഅത്തായിട്ട് ഉണ്ട്.
ಅಪ್ಪ ಬೇರೆ ಒಂದು ಜಮಾತ್ರ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ತಂಗ ಕಾട്ടുന്നു. ആ ജമാഅത്തിനെ കാട്ടുമ്പത്തുക അത് ചെന്നാറ് ഇത് നിങ്ങളെ ജമാഅത്തായിട്ടിക്കരുത്, നിങ്ങളെ ഉമ്മത്തായിട്ടിക്കരുത്. അപ്പോ അവിടെ ചെന്നിട്ട് ഇതില് 70,000 ആൾ അങ്ങനത്തെ ആൾമാർ ഉള്ളാറ് ബഗൈരി ഹിസാബ് കൊണ്ടാണ് സ്വർഗത്തേക്ക് പോണ്ടാറുണ്ട്. ഏതില്? ഈ ജമാഅത്തിലെ ഉൾഗ ഇത്ര ആൾമാർ ഉള്ളാറ്. അപ്പൊ ഈ ഇസ്രാ മേറാജിലെ വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മസ്ജിദുൻ നബവിയില് സ്വഹാബത്തിക്ക് ഇങ്ങനെ വിവരിച്ചു കൊടുക്കുമ്പോഴത്തേക്കു അവിടേക്ക് എണിച്ചിട്ട് നബി ഉൾഗ പോയിച്ചു. ഉൾഗ പോയപ്പ സ്വഹാബത്തിന്റെ ഇടയില് ഒരു അഭിപ്രായ വ്യത്യാസം വന്നു. കൊറിയാൽ ചെന്നാർ അത് അങ്ങായിട്ടിക്കൂ, കൊറിയാൽ ചെന്നാർ അത് ഇങ്ങായിട്ടിക്കൂ, കൊറിയാൽ ചെന്നാർ അങ്ങനെ ഇട്ടിക്കൂ, കൊറിയാൽ ചെല്ലാർ ഇല്ല വെറും തൗഹീദിൽ ഇന്നങ്ങ് ആൾമാറായിട്ടിക്കുവാറ്, കൊറിയാൽ ചെല്ലാർ അങ്ങനെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു. ಬೇರೆ ಬೇರೆ ಅಭಿಪ್ರಾಯ ವ್ಯತ್ಯಾಸಗಳೆಲ್ಲ ಹಾಕ್ಯಾರ. അങ്ങനെ നബി പുറത്തു വന്നു. നബി ഔത്തരെ പുറത്തു വന്നിട്ട് മസ്ജിദു നബവി വന്നപ്പ ഇങ്ങനെ ಬೇರೆ ಬೇರೆ അഭിപ്രായത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുട്ട വെച്ചാർ. വെച്ചപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചന്തു നിങ്ങ ഈ വിചാരിച്ച ആരും അല്ല ഇങ്ങ അങ്ങായിട്ടിക്கிறாரு, ഇങ്ങ എന്താക്കല്ല ഓതിയൂതില്ല. അതേപോലെ ഈ പണ്ടത്തെ കാലത്തിൽ മുറിയായിട്ടെങ്കിൽ അവിടേക്ക് എന്ത് വെച്ചോണ്ടിരുന്നാറ്? തീയാക്കിയിട്ട് വെച്ചോണ്ടിരുന്നാറ്. തീരെ വെച്ചിട്ട് ആ മുറിയുടെ ഉണക്കൊണ്ടിരുന്നാറ്. കൊറിയാൽ ആ മുറിയുടേത് തീ വെച്ചാൽ പിന്നെ ബെന്നോടിട്ടിട്ട് ഉണക്കൊണ്ടിരുന്നാറ്, ജോയിന്റ് ആകൂ. അങ്ങനെ ആക്കാത്ത ആൾമാറും ഇങ്ങ വെറും അള്ളാഹുരൊട്ടുക്ക് തവക്കുലാക്കിയ ആൾമാറും പാൽ കിതാബ് നോക്കാത്ത ആൾമാറായിട്ടിരിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജന്തു. അപ്പൊ അവിടെ ഈ എല്ലാ നബി ചെന്ന് ഈ 3 വസ്ഫും ഒരാളൊട്ടിട്ട് ആറ് ഉക്കാസ് റളിയല്ലാഹു അൻഹു അയാൾക്ക് ഒരു മനസ്സിന് ഇങ്ങനെ തവക്ക ഉണ്ടായിട്ട് നബിയെ ഞാനതിൽ പെട്ടിട്ട് കേട്ടെത്തിയത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജന്തു നക്ക് ഉക്കാസ് ജന്തു നാനതിൽ പെട്ടിട്ട് നക്ക് വേണ്ടി ദുആർക്കൊരു നാനതിൽ പെട്ടിരാണ്ട്. അപ്പൊ നബി ജന്തു അൻത മിൻഹും, നീ അതിൽ പെട്ടവനായിട്ടിരിക്കാണ്ട്. ഈ സഹാബി നബിരൊട്ട് കേട്ടപ്പോ നബി നീനു അതിൽ പെട്ട ചെന്ന ഉദ്ദേശത്താൽ വേറെ ഒരു സഹാബി എനിക്ക് നിന്നിട്ട് നാനും ഒരു നബിരെ സ്വഹബത്തിലുള്ള ആളല്ലേ, ചിലപ്പോ നക്കും ഇത് കിട്ടുകൊണ്ട് വേറെ ഒരു സഹാബി എനിക്ക് നിന്നിട്ട് ചെന്തു നബിയെ നക്ക് വേണ്ടിയിട്ട് ദുആർക്കൊരു ഞാൻ അതിൽ പെട്ടവനാവട്ടെ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്തു സബക്കത്തെ ഉക്കാസ് അതിൽ മുൻകടന്ന് പോയിട്ട് അയലുകളുടെ ഞങ്ങളെ സ്വഹാബത്തിൽ കോട്ട പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ ബഗൈരി ഹിസാബ് കൊണ്ട് സ്വർഗത്തിൽ പോണ്ടി ചെന്നിട്ടെങ്കിൽ ഖാലിസായ തൗഹീദ് ആറട്ടുകൊണ്ട അവന് ബഗൈരി ഹിസാബ് കൊണ്ട് സ്വർഗത്തിൽ പോണ്ട. ചിലപ്പോ ജായിസായ കാര്യം ഇന്നുണ്ടെങ്കിൽ അതിൽ തിന്നിട്ട് ഇതിൽ ദൂരെ നിൽക്കുക. ഉദാഹരണക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചന്തു അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ മുഷ്തബിഹാത്തുൻ. ഹറാമും ഞങ്ങളെ എതിരിലുണ്ടു, ഹലാലും ഞങ്ങളെ എതിരിലുണ്ടു. അത് ಜನರ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വിഷയമുണ്ട്. ചിലപ്പോ ഐറ്റിക്കു ചിലപ്പോ ഐറ്റിക്കാലെ, ചിലപ്പോ ഐറ്റിക്കു ചിലപ്പോ ഐറ്റിക്കാലെ, നിങ്ങൾ അതിരെ പേരോള് പോണ്ട ಅಂತ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നിട്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ലത് നോക്കിയിട്ടേ എടുക്കരുത്, നല്ലല്ലേ. കൺഫ്യൂഷൻ ഇന്നതും ചിലപ്പോ ആയിട്ടിക്കു ചിലപ്പോ ആവാണ്ടിക്കു, എന്തൊക്കെ ഞങ്ങൾ അതിൽ പോണ്ടോ? അങ്ങനത്തെ ആൾമാർ ആറ് അള്ളാഹുരൊട്ടുക്ക് തവക്കുലാക്കറാണ്. റബ്ബ് ഏകനായ റബ്ബറൊട്ടുക്ക് മാത്രമേ തവക്കുലാക്കറേ. ആ വ്യക്തി തൗഹീദിലെ ബർക്കത്ത് കൊണ്ടിട്ട് ബഗൈരി ഹിസാബ് കൊണ്ട് സ്വർഗത്തിൽ പോവാണ്ട് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല തന്റെ കിതാബ് തൗഹീദിൽ വ്യക്തമായിട്ട് 3-ാമത്തെ അധ്യായത്തിൽ അയാൾ ചെന്നിട്ടുണ്ട്. അതുകൊണ്ടിട്ട് ഞങ്ങ പ്രയത്നിക്കുക, ഖാലിസായ തൗഹീദോട് കൂടി ഞങ്ങ നിലനിന്നിട്ട് ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലിട്ട് ബഗൈരി ഹിസാബ് കൊണ്ടിട്ടു. അപ്പൊ ഇതിൽ ചില മസാല നമുക്ക് പഠിക്കുകയിട്ടു. തൗഹീദിലെ വിഷയത്തില് മനുഷ്യന്മാരെ ദറജാത്ത് മേലുണ്ടു കീഴുണ്ടു മധ്യസ്ഥുണ്ടു കീഴുണ്ടു എന്നിട്ട് നമുക്ക് ഇതിൽ പോലത്താവിടും. തൗഹീദിലെ ഖാലിസായിട്ട് തൗഹീദ് ഉൾക്കൊള്ളിടെ യന്ത്ര ചെന്നിട്ടും കൊന്തയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുശ്രിക്ക് അല്ലാ ചെന്നിട്ട് അള്ളാഹു ചെന്നതും അതിൽ കൊന്തയിച്ച്.
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമുടെ ഒരു ഉമ്മത്തായിട്ട് ഞങ്ങളെ മുന്നൊരു പ്രസന്റ് ആക്കിയതും ഞങ്ങ അങ്ങനെ വേണു ചെല്ലുടെ ഞങ്ങൾക്കൊരു ഉപദേശമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഒരു ഉപദേശമായിട്ടും സ്വഹാബത്തും ഒരു ഉപദേശമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് കാട്ടി തറകും എല്ലാം ഒരു പാഠമായിട്ടിരിക്കുക അതില് ഖുർആനിലുള്ളത്. പിന്നെ ഓതി ഊതുന്നത്, പിന്നെ മരുന്നാക്കുന്നത്, ചില ആള് ഹിജാമത്തിൽ കൂടി ആക്കിടാറ്, ചില ആള് ഈ കുത്തി വയ്ക്കിടാറ് തടിക്ക്, അതിലും ആക്കിടാറ്. ചിലപ്പം ഗായായിട്ടെങ്കിൽ അവിടെ ഈ തീ വെച്ചിട്ട് വന്നാക്കിടാറ്. പിന്നെ ചില ആൾമാർ പാൽ കിതാബ് നോക്കിടാറ്. പാൽ കിതാബ് പണ്ടത്തെ കാലത്തിൽ ജാഹിലിയ കാലത്തിൽ ഒരു ബടിയെ തിരിച്ചുകൊണ്ടിരുന്നാറ്, അതിലെങ്ങനെ വന്ന് അങ്ങനെ ആക്കിക്കൊണ്ടിരുന്നാറ്. അതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജോറാക്കിയാൽ പിന്നെ അതിൽ വിഷയത്തിൽ ചൊന്നൽ പിന്നെ ആൾമാർ അതിനെ ബന്ധാക്കിയത്. കാലക്രമേണ ഷിയാമാരെ ത്രൂവില് ഖുർആന്റെ മേ പാൽ കിതാബായിട്ട് നോക്കുറാക്കിയാൽ ഇതിൻ്റെ അത് നടന്നിട്ടുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ അങ്ങനത്തെ ആൾമാരുടെ ഇതിനെ തൊട്ടിട്ട് ദൂരത്താവണു, തൗഹീദ് ഖാലിസായിട്ട് ഉൾക്കൊള്ളണു, നിങ്ങൾ സ്വർഗത്തിക്ക് ബിഗൈർ ഹിസാബ് പോണുകളുടെ ഒരു ഉദ്ദേശം ഇതിൽ നമുക്ക് കാണും. ഇതെല്ലാത്തിൻ്റെ പേര് തവക്കുലായിട്ടിക്കറ്. തൗഹീദ് ഖാലിസ് ചെന്നെങ്കിൽ തവക്കുലാവണം. തവക്കുൽ അങ്ങനെമേ ഒട്ടറാശി തവക്കുൽ ആക്കോറല്ലാതെന്നെങ്കിൽ ആവല്ല. തവക്കുൽ ആക്കി കാട്ടണോ, ആവുകുള്ള പ്രയത്നപ്പെടണോ, ആയിട്ട് വീണു തങ്ങ. സഹാബ റളിയല്ലാഹു അൻഹും അങ്ങനെ ഇൽമുടെ ഒരു പവർ ഇൽമ് ഇല്ലണ്ടായെങ്കിൽ, അമൽ ഇല്ലണ്ടായെങ്കിൽ വെറും ഇൽമു കൊണ്ട് പവർ കിട്ടില്ല ചെന്തും നമുക്കിതിൽ ഒരു പാഠ കിട്ടും. പിന്നെ യാർ നല്ല വിഷയത്തിൽ നിങ്ങൾ മുന്നലാവണം. പിന്നെ ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിലെ പൗരുഷയവും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമുടെ ഉമ്മത്തിലെ ഫളീലത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നൊരു എല്ലാ അമ്പിയാക്കന്മാരതും അങ്ങനെ ഉമ്മത്തുമാരതും കാട്ടുന്നത് വിഷയവും യൗമുൽ ആഖിറത്തിൽ എല്ലാ ഉമ്മത്തിമാർ അങ്ങനെ അമ്പിയാക്കന്മാരെ പേരോൾ ഭണ്ഡാരച്ചുള്ള ഒരു ഉദ്ദേശവും അമ്പിയാക്കന്മാരെ ദഅവത്തിലെ എല്ലാവരും ഉൾക്കൊണ്ടിട്ടില്ല. ചില അമ്പിയാക്കന്മാർക്ക് ഉമ്മത്തെ ഇല്ല ചെന്ത് കൊറിയ. അതായത് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും ഒരേ ദഅവത്ത് കൊണ്ടായിട്ട് കടത്തിയത്. ആ ദഅവത്ത് എല്ലാവരും എടുത്തിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല ചിലരുടെ ഒരു ഉദ്ദേശവും നമുക്ക് ഇതിൽ കാണും. ആരും ഒരു നബിരൊട്ടുക ഈമാൻ കൊണ്ടുവന്നില്ലെങ്കിൽ അവന് സിംഗിളായിട്ട് ബറുവോ നാളെ ചെന്നിട്ടും നമുക്ക് ഇതിൽ ഗൊന്താവിടും. ഇങ്ങനെ ചില വിഷയ കണ്ണീര് തട്ടിണ്ടായെങ്കിൽ, അല്ലെങ്കിൽ വിഷത്തെ പാമ്പ് കടിച്ചിട്ടായെങ്കിൽ ഊതിരാറ് ചിലരുടെ ഒരു ഉദ്ദേശവും നമുക്ക് ഇതിൽ കാണും. പിന്നെ സലഫു സ്വാലിഹീങ്ങ ആരതും താരീഫിനെ തൊട്ട് അങ്ങ് പേടിച്ചോണ്ടിരുന്നാറ് ചിലരുടെ ഉദ്ദേശം. അങ്ങനെ പല ഉദ്ദേശ ഒക്കാസ റളിയല്ലാഹു അൻഹാടെ തൻഹുടതും അതുപോലെ സ്വഹാബത്തിനതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുസ്നുൽ ഖുൽഖും ഇതെല്ലാം ഉൾക്കൊണ്ട ഒരു ബാബായിട്ടിക്കറ്. മൂന്നാമത്തെ ബാബു ഖാലിസായ തൗഹീദായവണ് സ്വർഗത്തേക്ക് പോണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ അതിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.